ഓക്കെ, അപ്പൊ നമ്മൾ കുറെ ദിവസമായി വീഡിയോയിലൊക്കെ വന്നിട്ട് കുറച്ച് തിരക്കായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെല്ലാരും ബിസി ആയിരുന്നു. അപ്പോൾ എല്ലാരും കണ്ടാണ്, നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. സിലബസ് വൈസ് നമ്മൾ പിന്നെയും ഒരു കമ്പൈൻ സ്റ്റഡി നമ്മൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. നമ്മൾ സിലബസ് വൈസ് ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഇന്ന് ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ഇനി അങ്ങോട്ട് ഒരു ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് പക്കയായിട്ട് എക്സാം വരെ പോകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, തുടങ്ങാം. അപ്പൊ നമ്മുടെ സിലബസിൽ തന്നെ ഫസ്റ്റ് ടോപ്പിക് ആണ് ഏത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം, നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് നടന്നത്? 1857 മെയ് 10. 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. എവിടെയാണ് തുടങ്ങിയത്? മീററ്റ് എവിടെയാണ്? ഉത്തർപ്രദേശ്. അപ്പൊ 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ് എന്ത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. ഓക്കെ അല്ലേ? എടാ, പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ്? അതിന്റെ ഒരു 100 വർഷം മുന്നേ 1757. 1757 ജൂൺ 23 അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ഡേറ്റ് 1858 ജൂൺ 23 പക്ഷേ അതിന് മുന്നേ എന്ത് ചെയ്തു? പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നേരത്തെ തന്നെ എന്ത് ചെയ്തു? വിപ്ലവം തുടങ്ങുകയും ചെയ്തു. ആക്ച്വലി ജൂൺ 23, അതായത് നമ്മുടെ പ്ലാസി യുദ്ധത്തിന്റെ 100ാം വാർഷികത്തിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ നടത്തി എന്താണ്, ആ ഡേറ്റില് ആരംഭിക്കാൻ പറ്റിയില്ല. അതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു? യുദ്ധം ആരംഭിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഈ സമയത്ത് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് ഏത് രാജവംശമാണ്? മുഗൾ ഭരണമാണ് അല്ലെ? ഇന്ത്യയിൽ മുഗൾ ഭരണം തുടങ്ങിയത് എന്നാണ്? രാജവംശം മീൻസ് ഭരണം. എന്നാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം തുടങ്ങിയതെന്ന് അറിയാവോ? 1826 ബാബറാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? 1857 ആ സമയത്ത് ആരാണ് ഇന്ത്യയിലെ മുഗൾ ഭരണം ആരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നെന്ന് അറിയാമോ? ഭരിച്ചുകൊണ്ടിരുന്നത് ബഹദൂർ ഷാ സെക്കൻഡ്. അദ്ദേഹത്തെ വേറൊരു പേരും അറിയപ്പെടും, ബഹദൂർ ഷാ സഫർ എന്നും അറിയപ്പെടും കേട്ടോ. അപ്പോ ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് മുഗൾ ഭരണമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ആരായിരുന്നു അതായത് മുഗൾ ഭരണത്തിന്റെ ആ സമയത്തുള്ള ഭരണാധികാരി ആരായിരുന്നു ചോദിച്ചാൽ ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡ് അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ. അപ്പൊ അദ്ദേഹത്തെ തന്നെയാണ് എന്ത് ചെയ്തത്? ഇതിന്റെ ഒരു നമ്മുടെ മുഗൾ അല്ലെങ്കിൽ ഈ വിപ്ലവ സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ രാജാവായിട്ട് വിപ്ലവകാരികൾ പ്രഖ്യാപിച്ചത് ആരെ തന്നെയായിരുന്നു? ഈ ബഹദൂർ ഷാ സെക്കൻഡിനെ തന്നെയായിരുന്നു. ഓക്കെ അല്ലേ? എടാ, അപ്പൊ നമുക്ക് അറിയാം ഇങ്ങനെ വിപ്ലവം തുടങ്ങിയല്ലേ, ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങി. അത് തുടങ്ങാൻ കുറെ റീസൺസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോ ഇതിനു മുന്നേ തന്നെ, അതായത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇങ്ങനെ ഒരു എന്താണ് ബ്രിട്ടീഷുകാരെടുത്ത് ഇന്ത്യക്കാരോടുള്ള ഒരു എതിർപ്പ് ഇവരിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു. പക്ഷെ അതൊരു വിപ്ലവമായിട്ട് തുടങ്ങിയത് 1858 ഉള്ളൂ. അപ്പൊ അതിനു മുന്നേ തന്നെ ഇതിന് കുറെ റീസൺസ് ഉണ്ട്, കുറെ നിയമങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാവോ? കുറച്ച് കാര്യങ്ങൾ മെയിൻ ആയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വിപ്ലവത്തിലോട്ട് എത്തിച്ചത്. അതിൽ ഒന്നാമത്തെ മെയിൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നായിരുന്നു ഏത്? ദത്തവകാശ നിരോധന നിയമം. എന്നാണ് ഈ ദത്തവകാശ നിരോധന നിയമം പാസ്സാക്കിയത്? 1800 അല്ല, വിപ്ലവത്തിലൊക്കെ ഒരു ഏകദേശം ഒരു 10 വർഷം മുന്നേ 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസി പ്രഭു ആണ് അല്ലെ? അപ്പോ ഡൽഹൌസി പ്രഭു ഇന്ത്യയിൽ നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം 1858 അതാണ് വിപ്ലവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? എന്താണ് ഈ ദത്തവകാശ നിരോധന നിയമം ചോദിച്ചത്? എന്താണ്? അതായത് പണ്ട് നമുക്കറിയാം എന്താണ്, രാജാക്കന്മാര് മക്കളില്ലാത്ത രാജാക്കന്മാര് എന്ത് ചെയ്യുന്നുണ്ട്? മറ്റ് കുട്ടിയെ ദത്തെടുത്ത് വളർത്താറുണ്ട്. ആ ദത്തപുത്രന്മാർക്ക് രാജാവ് മരിച്ച ശേഷം പദവി കൊടുക്കാറുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാര് ഈ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ഒരു നിയമം കൊണ്ടുവന്ന് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ദത്തെടുക്കുന്ന മക്കൾക്ക് എന്ത് കൊടുക്കാൻ പാടില്ല? അവകാശം കൊടുക്കാൻ, അധികാരം കൊടുക്കാൻ പാടില്ല. പകരം എന്ത് ചെയ്യും? ആ നാട്ടുരാജ്യത്തിനെ പിടിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയോടൊപ്പം എന്ത് ചെയ്യും? കൂട്ടിച്ചേർക്കും. ഇതാണ് ദത്തവകാശ നിരോധന നിയമം. അങ്ങനെ വന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പല നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് ആര് മക്കളില്ലാത്തതുകൊണ്ട് അവരെല്ലാരും ദത്തെടുത്താണ് വളർത്തിയിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ നാട്ടുരാജ്യം ആര് പിടിച്ചെടുത്തോണ്ട് പോകും? ബ്രിട്ടീഷുകാര് പിടിച്ചെടുത്തോണ്ട് പോകും. അപ്പൊ അതിനെതിരെ നടന്ന ഒരു പ്രശ്നമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമുക്ക് പറയാം. അപ്പൊ ഒരു നിയമം എന്താണ്? ദത്തവകാശ നിരോധന നിയമം എന്ന് 1848 ആര് നടപ്പിലാക്കി? ഡൽഹൌസി പ്രഭു നടപ്പിലാക്കി.
അടുത്ത 2 വർഷം കഴിഞ്ഞിട്ട് വേറൊരു നിയമം കൊണ്ടുവരുന്നു 1850 എന്നാണ് 1850 അതെന്താണെന്ന് ചോദിച്ചാൽ റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട്. എന്താണ്? റിലീജിയസ് ഡിസബിലിറ്റി ആക്ട്. റിലീജിയസ് ഡിസബിലിറ്റി ആക്ട്. അപ്പൊ 1848 ദത്തവകാശ നിരോധന നിയമം, 1850 റിലീജിയസ് ഡിസബിലിറ്റി ആക്ട്. ഇനി 1854 ഒരു നിയമം കൊണ്ടുവരുന്നുണ്ട്. ഏതാണ്? പോസ്റ്റ് ഓഫീസ് നിയമം. ഏതാണ്? പോസ്റ്റ് ഓഫീസ് നിയമം. അപ്പൊ 3 കാര്യങ്ങൾ പഠിച്ചേതൊക്കെയാണ്? ഒന്ന്, ദത്തവകാശ നിരോധന നിയമം 1848, റിലീജിയസ് ഡിസബിലിറ്റി ആക്ട് 1850, പോസ്റ്റ് ഓഫീസ് നിയമം 1854. ഇനി 1856 2 നിയമങ്ങളുണ്ട്. 1856 2 നിയമം. ഒന്ന് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. എന്താണ്? ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. 1856 2 ആക്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നുണ്ട്. ഒന്നെന്താണ്? ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. മറ്റൊന്നറിയാമോ? ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. എന്താണ്? ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടും കൂടി കൊണ്ടുവരുന്നുണ്ട്. അപ്പോ ഇങ്ങനെ മൊത്തത്തില് 5 നിയമം, പ്രധാനപ്പെട്ട നിയമങ്ങളാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ. അപ്പോ ഈ ഒരു 1ാം സ്വാതന്ത്ര്യ സമരത്തിന് അല്ലെങ്കിൽ ഈ ഒരു കലാപത്തിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളാണ്. ഒന്ന് ഏതാണ്? 1848 ദത്തവകാശ നിരോധന നിയമം, 1850 റിലീജിയസ് ഡിസബിലിറ്റി ആക്ട്, 1854 പോസ്റ്റ് ഓഫീസ് നിയമം, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമവും, 1856 തന്നെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. ഓക്കെ അല്ലേ? എടാ അപ്പോ ഇതിന്റെ വർഷങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്ക. അഥവാ നമുക്ക് എന്താണ് ക്രോണോളജിക്കൽ ഓർഡറിൽ വല്ലതും ചോദിച്ചാലും അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ തന്നെ നമുക്ക് ദത്തവകാശ നിയമത്തിന്റെ വർഷമൊക്കെ ഒത്തിരി ചോദിച്ചിട്ടുള്ളതാണ്, ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ വർഷം പറഞ്ഞു തന്നെ അതങ്ങ് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇനി ഈ നമ്മൾ പറഞ്ഞു ഈ നമ്മുടെ ഈ 1ാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 ഈ ഒരു വിപ്ലവം, ഈ വിപ്ലവത്തിനെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. എന്താണ്? ശിപ്പായി ലഹള. ഈ ശിപ്പായി എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടാളം. നമ്മുടെ ഇന്ത്യയിലുള്ള പട്ടാളക്കാരെ ബ്രിട്ടീഷുകാരെ കളിയാക്കി വിളിച്ചിരുന്നതാണ് എന്തെന്ന്? ശിപ്പായിമാരെന്ന് കേട്ടോ. ആക്ച്വലി അന്നത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാര് എന്താണ് ബ്രിട്ടീഷുകാരോടൊപ്പം ഈ പട്ടാളത്തിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം ഏകദേശം 6:1. അതായത് അവിടെ എന്താണ് ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന് പ്രധാനമായിട്ട് എന്തുകൊണ്ടാണ് ഈ ശിപ്പായിമാർ അല്ലെങ്കിൽ ഈ പട്ടാളക്കാര് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയതെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇവർക്ക് അതായത് ഇന്ത്യക്കാരായ പട്ടാളക്കാർക്ക് കുറഞ്ഞ വേതനമാണ് കൊടുത്തിരുന്നത്. ഓക്കെ അല്ലേ? ഒന്ന് ഇന്ത്യക്കാരായ പട്ടാളക്കാർക്ക് കുറഞ്ഞ വേതനമാണ് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കാരെ കൊണ്ട് എന്ത് ചെയ്യുന്നു? അമിത സമയം ജോലി ചെയ്യിപ്പിച്ചിരുന്നു. അപ്പൊ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും ഒരുപോലെ ഉള്ള ഒരു സ്ഥലത്ത് ഇന്ത്യക്കാർക്ക് കുറഞ്ഞ വേതനം നൽകിയിരുന്നു, ഇന്ത്യക്കാരെ കൊണ്ട് കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ പട്ടാളക്കാരെ ഒരു അടിമകളെ പോലെയാണ് ഈ ബ്രിട്ടീഷുകാർ കണ്ടിരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിച്ചു, കുറഞ്ഞ ശമ്പളം കൊടുത്തു, അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ഇവർക്ക് കൊടുത്തില്ല, ഭയങ്കര കുറച്ച് മാത്രമാണ് ഇവർക്ക് കൊടുത്തിരുന്നത്. എടാ സ്വാഭാവികമായിട്ടും 2 പേരുള്ള ഒരു സ്ഥലത്ത് ഒരാളടുത്ത് ഒരു രീതിയിലും മറ്റൊരാളടുത്ത് ഒരു രീതിയിലും പെരുമാറുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണ് ഇന്ത്യൻ പട്ടാളക്കാർ എന്ത് ചെയ്യുന്നത്? ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഈ ഒരു കലാപത്തിലോട്ട് ഇറങ്ങുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കിട്ടിയല്ലോ. നിയമങ്ങൾ മെയിൻ ആയിട്ട് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ആദ്യം പിടിച്ചെടുത്ത നാട്ടുരാജ്യം ഏതെന്നറിയാവോ? സത്താറയാണ് കേട്ടോ. അത് എന്നാണെന്ന് അറിയോ? വർഷം 48. നമ്മൾ ആ വർഷം അത് എന്നാണോ നിയമം വരുന്നത് ആ വർഷം തന്നെ. അപ്പൊ 1848 തന്നെ എന്ത് ചെയ്യുന്നു? ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ആദ്യം സത്താറ എന്ന് പറയുന്ന നാട്ടുരാജ്യം പിടിച്ചെടുക്കുന്നു. അതിനുശേഷം ഒത്തിരി നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ജയ്പൂർ പിടിച്ചെടുത്തു, അതുപോലെ സാമ്പൽപൂർ, ഉദയ്പൂർ. ജയ്പൂർ, സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി, ഔദ്, ഇതെല്ലാം ആര് പിടിച്ചെടുക്കുന്നുണ്ട്? ബ്രിട്ടീഷുകാര് പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയും നാട്ടുരാജ്യങ്ങള് ബ്രിട്ടീഷുകാരോടൊപ്പം അവന്മാര് കൂട്ടിച്ചേർത്തു. ഇത് പ്രകാരം അങ്ങനെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ നാട്ടുരാജ്യങ്ങളെ രാജാക്കന്മാരെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി നോക്കിയോ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ വിപ്ലവ സമയത്ത്, അതായത് ഈ വിപ്ലവം ഇവര് നമ്മൾ പറഞ്ഞു ജൂൺ 23 തുടങ്ങാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ നേരത്തെ തുടങ്ങി. എന്ന് തുടങ്ങി?
മെയ് 10 തുടങ്ങി. അപ്പൊ ഇങ്ങനെ തുടങ്ങാനുണ്ടായ ഒരു മെയിൻ റീസൺ എന്താണ്? മൃഗക്കൊഴുപ്പ് എന്താണ് മറ്റേ തീര ഉപയോഗിക്കാൻ വേണ്ടി നിർബന്ധിതരായി. അതായത് പശുവിന്റെയും പന്നിയുടെയൊക്കെ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള തിരകള് തോക്കില് എൻഫീൽഡ് തോക്കില് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പട്ടാളക്കാർ നിർബന്ധരായി. സ്വാഭാവികമായിട്ടും പശുവും പന്നിയും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ മതത്തിനെ എന്താണ് വ്രണപ്പെടുത്തുന്ന ഒരു സംഗതിയായിട്ട് മാറി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് ഈ ഒരു വിപ്ലവം ഉണ്ടാവാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഈ 1857 ജനുവരിയിൽ തന്നെ ഇവരെന്ത് ചെയ്യുന്നു, ഈ തോക്ക് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തെ ഇങ്ങനെ എന്താണ് ഇത് പശുവിന്റെയും പന്നിയുടെയൊക്കെ നെയ് അത് പുരട്ടിയതാണെന്നുള്ളൊരു അഭ്യൂഹം അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കുറച്ച് മാസങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു, അത് കുറച്ചും കൂടി ഇന്ത്യൻ പട്ടാളക്കാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ ഒരു ഉപയോഗമാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, വിപ്ലവത്തിലോട്ട് മാറുകയും ചെയ്യുന്നത്. അങ്ങനെ 1857 മെയ് 10 വിപ്ലവം തുടങ്ങുന്നു. ഇവർ ആദ്യം പിടിച്ചെടുത്ത സ്ഥലം ഏതാണ്? കലാപകാരികൾ. അപ്പൊ കലാപകാരികൾ ആദ്യം പിടിച്ചടക്കിയത് അല്ലെങ്കിൽ കീഴ്പ്പെടുത്തിയ ഡൽഹിയാണ്. മെയ് 10 വിപ്ലവം തുടങ്ങുന്നു. മെയ് 12 ഇവർ എന്ത് ചെയ്യുന്നു, ഡൽഹി പിടിച്ചെടുക്കുന്നു. ഓക്കെ അല്ലെ? മെയ് 10 വിപ്ലവം തുടങ്ങുന്നു, മെയ് 12 ഡൽഹി പിടിച്ചെടുക്കുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം ഈ മംഗൾ പാണ്ഡെ നമ്മൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? രക്തസാക്ഷി. അല്ലെങ്കിൽ 1857 വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ കലാപത്തിലെ ആദ്യത്തെ രക്തസാക്ഷി അറിയപ്പെടുന്നത് ആരെയാണ്? മംഗൾ പാണ്ഡെ. ഈ മംഗൾ പാണ്ഡെ അംഗമായിരുന്ന ഒരു സൈനിക യൂണിറ്റ് ഉണ്ട്. അതിന്റെ പേരറിയാവോ? 32 അല്ല, രണ്ടും കൂടെ കൂട്ടണം. 34ാം ബംഗാൾ ഇൻഫൻട്രി റെജിമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ ഈ മംഗൾ പാണ്ഡെ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെ അംഗമായിരുന്ന സൈനിക യൂണിറ്റ് ചോദിച്ചാൽ 34ാം എന്താണ് ബംഗാൾ ഇൻഫൻട്രി റെജിമെന്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹം വധിച്ച ഒരു ബ്രിട്ടീഷുകാരൻ പോലീസുകാരനുണ്ട്. ആരാണ്? അല്ല, വാട്സൺ. ആരാണ്? വാട്സൺ ആണ് ആരെ മംഗൾ പാണ്ഡെ വധിച്ചത്. ഇനി മംഗൾ പാണ്ഡെ എന്നാണ് തൂക്കിലേറ്റിയത്? വിപ്ലവം തുടങ്ങുന്നതിന് മുന്നേ ആദ്യത്തെ രക്തസാക്ഷിയാണ്. ആക്ച്വലി നമ്മൾ പറയുന്നത് മെയ് 10 മെയ് 10 മുന്നേ തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, തൂക്കിലേറ്റുന്നുണ്ട്. 1857 ഏപ്രിൽ 8 1857 ഏപ്രിൽ 8 ആരെ തൂക്കിലേറ്റുന്നു? മംഗൾ പാണ്ഡെ. 57 ഏപ്രിൽ 8 നമ്മൾ മെയ് 10 വിപ്ലവം തുടങ്ങുന്നത്. ഏപ്രിൽ 8 തന്നെ മംഗൾ പാണ്ഡെ തൂക്കിലേറ്റുന്നുണ്ട്. ഈ മംഗൾ പാണ്ഡെ ഒരു സിനിമയുണ്ട്. ഏതെന്നറിയാവോ? മംഗൾ പാണ്ഡെ കഥാപാത്രമാക്കിയുള്ള ഒരു സിനിമയുണ്ട്, മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്നാണ്. ഇതിൽ മംഗൾ പാണ്ഡെയുടെ വേഷമിട്ടാണെന്നറിയാമോ? അമീർ ഖാൻ ആണ് കേട്ടോ, അമീർ ഖാൻ. അപ്പോ ഈ മംഗൾ പാണ്ഡെ എന്താണ് കഥാപാത്രമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണ് മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. അതിനകത്ത് മംഗൾ പാണ്ഡെയായിട്ട് വേഷമിട്ടത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അമീർ ഖാൻ ആണ് കേട്ടോ. സംവിധാനം ചെയ്ത ആരെന്നറിയാവോ? കേതൻ മേത്ത. ആരാണ്? കേതൻ മേത്തയാണ് മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന് പറയുന്ന ഫിലിം സംവിധാനം ചെയ്തത്. ഇനി മംഗൾ പാണ്ഡെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് മംഗൾ പാണ്ഡെ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ച ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? തൂക്കിലേറ്റിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥൻ ആരാണ്? അറിയാം, നിങ്ങൾക്ക് മറന്നുപോയതാണ്. ജമേദാർ ഈശ്വരി പ്രസാദ്. ആരാണ്? ജമേദാർ ഈശ്വരി പ്രസാദ്. അപ്പൊ മംഗൾ പാണ്ഡെ എന്താണ് ഈ ബ്രിട്ടീഷുകാരെ കൊന്നല്ലോ. അപ്പോൾ അതിനെതിരായിട്ട് എന്ത് ചെയ്തു? മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ട വ്യക്തിയാണ് ആര്? ജമേദാർ ഈശ്വരി പ്രസാദ്. ഇനി നമ്മൾ ഈ ഒരു വിപ്ലവം തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വിപ്ലവം നടക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വനിതാ വിപ്ലവകാരിയാണ് ആര്? ഝാൻസി റാണി. ആരാണ്? ഝാൻസി റാണി. ഈ ഝാൻസി റാണി അറിയപ്പെടുന്ന ഒരു വിശേഷണമുണ്ട്. ഒന്നാം വിപ്ലവത്തിൽ എന്തെന്നറിയപ്പെടുന്നുണ്ട്? ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതായത് ഒന്നാം വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഝാൻസി റാണിയാണ്. അപ്പൊ ഝാൻസി റാണി എന്തുകൊണ്ടാണ് വിപ്ലവത്തിലോട്ട് വന്നതെന്ന് ചോദിച്ചാൽ ഝാൻസി എങ്ങനെ പിടിച്ചെടുത്തു? ദത്താവകാശ നിരോധന നിയമപ്രകാരം ഝാൻസി ആര്? ബ്രിട്ടീഷുകാര് പിടിച്ചെടുത്തത് കൊണ്ടാണ് ഝാൻസി റാണി വിപ്ലവത്തിലേക്ക് ഇറങ്ങുന്നത്. ഝാൻസിയിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ഗംഗാധർ റാവു ആണ് കേട്ടോ. ഗംഗാധർ റാവു ആണ്. അതായത് ആര്? ഈ ഗംഗാധർ റാവുവിന്റെ ഭാര്യയായിരുന്നു ഝാൻസി റാണി. അപ്പൊ ഇവർക്ക് മക്കളില്ലാത്തത് കൊണ്ട് ഇവർ എന്ത് ചെയ്യുന്നു? ദത്തുപുത്രന് ദാമോദർ റാവു. ഇവരുടെ ദത്തുപുത്രനാണ് ദാമോദർ റാവു. അപ്പോ സ്വാഭാവികമായിട്ടും ദത്താവകാശ നിരോധന നിയമം വന്നതോടുകൂടി ദത്തുപുത്രന് അധികാരമില്ല. അപ്പൊ ഝാൻസിയെ ബ്രിട്ടീഷുകാര് പിടിച്ചെടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഝാൻസി റാണി എന്ത് ചെയ്യുന്നു? വിപ്ലവത്തിലേക്ക് ഇറങ്ങുന്നു. ഓക്കെ അല്ലേ? കിട്ടിയോ? ഇത്രയും സെറ്റാണ് തൂക്കിലേറ്റുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു തൂക്കിലേറ്റിയവരെ കുറിച്ച് പറഞ്ഞു. മംഗൾ പാണ്ഡെ എന്നാണ് ഏപ്രിൽ 8 57
അടുത്ത് ജമീദാർ ഈശ്വരി പ്രസാദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലല്ലോ, അദ്ദേഹത്തെ നമ്മൾ പറഞ്ഞു തൂക്കിലേറ്റി എന്ന് പറഞ്ഞു. എന്തിന്? മംഗൾ പാണ്ഡെയെ എന്താണ് അല്ലെങ്കിൽ പിടികൂടാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ട വ്യക്തിയാണ് ആര്? ജമീദാർ ഈശ്വരി പ്രസാദ്. അതെന്നാണെന്ന് അറിയാവോ? അതേ മാസം തന്നെയാണ്. അതായത് 2 ദിവസം കഴിഞ്ഞിട്ടല്ല, നമ്മൾ പറഞ്ഞു 1857 ഏപ്രിൽ 8-നാണ് മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റുന്നത്. ഏപ്രിൽ 21-ന് അതിനുശേഷം ഏപ്രിൽ 21-നാണ് ആര്? ജമീദാർ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റുന്നത്. ഓക്കെ അല്ലേ? കിട്ടിയാ? ഇനി നെക്സ്റ്റ് നമുക്ക് രണ്ട് എന്താണ് സിനിമ ചിത്രങ്ങളാണ്. ഒന്ന് ഇൻ മെമ്മോറിയം ആരതെന്നറിയാമോ? ഇൻ മെമ്മോറിയം ജോസഫ് നോയൽ പാറ്റൺ. ആരതാണ്? ജോസഫ് നോയൽ പാറ്റൺ. ഏതാണ്? ഇൻ മെമ്മോറിയം. ഇത് പെയിന്റിംഗ് ആണ്. ഇൻ മെമ്മോറിയം. അപ്പൊ ചോദിക്കും ഇൻ മെമ്മോറിയം എന്താണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഇത് മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അത് ആരാണ് വരച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻ മെമ്മോറിയം എന്ന് പറയുന്നത് 1-ാം സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട ഒരു പെയിന്റിംഗ് ആണ്. അത് വരച്ചത് ആരാണ്? ജോസഫ് നോയൽ പാറ്റൺ. ആരാണ്? ജോസഫ് നോയൽ പാറ്റൺ. അതുപോലെ ഒന്നാണ് റിലീഫ് ഓഫ് ലക്നൗ. ഏതാണ്? റിലീഫ് ഓഫ് ലക്നൗ. ഏതാണ്? റിലീഫ് ഓഫ് ലക്നൗ. അതാരതാണെന്നറിയാമോ? തോമസ് ജോൺസ് ബാർക്കർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ റിലീഫ് ഓഫ് ലക്നൗ ആരുടേതാണ്? ബാർക്കർ. തോമസ് ജോൺസ് ബാർക്കറുടേതാണ് ഏത്? റിലീഫ് ഓഫ് ലക്നൗ. ഇൻ മെമ്മോറി ആണെങ്കിൽ ജോസഫ് നോയൽ പാറ്റന്റേതാണ് ഏത്? ഇൻ മെമ്മോറിയം. ഇനി നമ്മൾ പറഞ്ഞു കലാപകാരികള് കുറച്ച് പ്രദേശങ്ങൾ പിടിച്ചു. അവരിന്നത് എന്ത് ചെയ്ത്? തിരിച്ചു പിടിച്ചുകൊണ്ടുപോയി. ആര്? ബ്രിട്ടീഷുകാർ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഡൽഹി പിടിച്ചെടുത്തെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവര് കുറച്ച് സ്ഥലങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ ആര് തന്നെ കൊണ്ടുപോയി? ബ്രിട്ടീഷുകാര് കൊണ്ടുപോയി. അതുപോലെ കാൺപൂറും ലക്നൌവും. ഏതൊക്കെയാണ്? കാൺപൂർ, ലക്നൌ. ഇത് നേതൃത്വം കൊടുത്ത ആൾക്കാരുടെ പേരല്ല നമ്മൾ പറയുന്നത്, പിടിച്ചെടുത്തോണ്ട് പോയതിനെ തിരിച്ചു പിടിച്ചവരുടെ പേരാണ് പറയുന്നത്. അപ്പൊ അതായത് നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാര് പിടിച്ചെടുത്ത പ്രദേശങ്ങളെ ആര് പിന്നെ തിരിച്ചെടുത്തോണ്ട് പോയി? ബ്രിട്ടീഷുകാർ വന്ന് തിരിച്ചു പിടിച്ചുകൊണ്ട് പോയി. ആ പേരാണ് പറയുന്നത്. അപ്പൊ ആദ്യം കാൺപൂറും ലക്നൌവും ആരാണ് തിരിച്ചു പിടിച്ചതെന്ന് അറിയാമോ? ആ കാൺപൂർ, ലക്നൌ രണ്ടും കോളിൻ ക്യാമ്പലാണ്. ആരാണ്? കോളിൻ ക്യാമ്പൽ ആണ് കാൺപൂറും ലക്നൌവും നമ്മുടെ കലാപകാരികളിൽ നിന്നും തിരിച്ചു പിടിച്ചത്. ഓക്കെ അല്ലേ? അപ്പൊ കലാപകാരികളിൽ നിന്ന് കാൺപൂറും ലക്നൌവും തിരിച്ചു പിടിച്ചത് ആരാണ്? കോളിൻ ക്യാമ്പൽ ആണ്. ബീഹാർ ആണെങ്കിലോ? ബീഹാർ വില്യം ടൈലർ. ആരാണ്? വില്യം ടൈലർ. ബീഹാർ തിരിച്ചു പിടിച്ചത് ആരാണ്? വില്യം ടൈലർ. കാൺപൂറും ലക്നൌ ആരാണ്? കോളിൻ ക്യാമ്പൽ. ബീഹാർ ആരാണ്? വില്യം ടൈലർ. വില്യം ടൈലർ. അലഹബാദും ബനാറസും ജനറൽ നെയിൽസ്. ആരാണ്? ജനറൽ നെയിൽസ്. ജനറൽ നെയിൽസ്. അലഹബാദും ബനാറസും ജനറൽ നെയിൽസ്. അപ്പൊ 3 പഠിച്ചു. കാൺപൂർ, ലക്നൌ, കോളിൻ ക്യാമ്പൽ. ബീഹാർ, വില്യം ടൈലർ. അലഹബാദ്, ബനാറസ്, ജനറൽ നെയിൽസ്. ഝാൻസി നമ്മൾ നേരത്തെ പഠിച്ചു. ഝാൻസി ആരാണ്? ഹ്യൂഗ്രോസ്. ഡൽഹി നമ്മൾ നേരത്തെ പറഞ്ഞു. നിക്കോൾസൺ. ഡൽഹി ജോൺ നിക്കോൾസൺ എങ്ങനെ അറിയപ്പെടുന്നു? ഡൽഹിയിലെ കശാപ്പുകാരൻ. അപ്പൊ ഡൽഹി ജോൺ നിക്കോൾസൺ, ഝാൻസി ഹ്യൂഗ്രോസ്, അലഹബാദ് ബനാറസ് ജനറൽ നെയിൽസ്, ബീഹാർ വില്യം ടൈലർ, കാൺപൂർ ലക്നൌ കോളിൻ ക്യാമ്പൽ. ഓക്കെ അല്ലേ? കിട്ടിയോ? അപ്പൊ ഇത്രയും മെയിൻ ആയിട്ടുള്ളതാണ്. ഇത്രയും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. കലാപകാരികളെ തിരിച്ചു പിടിച്ച പ്രദേശം, അതായത് കലാപകാരികളിൽ നിന്നും ബ്രിട്ടീഷുകാര് തിരികെ പിടിച്ച പ്രദേശങ്ങളാണ്. ഒന്നും കൂടി പറയാം. കാൺപൂർ ലക്നൌ കോളിൻ ക്യാമ്പൽ, ബീഹാർ വില്യം ടൈലർ, അലഹബാദ് ബനാറസ് ജനറൽ നെയിൽസ്, ഝാൻസി ഹ്യൂഗ്രോസ്, ഡൽഹി ജോൺ നിക്കോൾസൺ. ഇത് നോക്കിക്കോ, നമ്മൾ പറഞ്ഞു ഡൽഹി പിടിച്ചെടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഡൽഹിയെ തിരിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കലാപകാരികളാൽ കൊല്ലപ്പെട്ട ഒരു ബ്രിട്ടന്റെ പ്രതിനിധിയുണ്ട്. ആരാണെന്ന് അറിയാവോ? ഡൽഹി പിടിച്ചെടുത്തത് ആരാണ്? തിരിച്ചു പിടിച്ചത് നിക്കോൾസൺ ആണ്. അപ്പോ ഡൽഹി കലാപകാരികളിൽ നിന്ന്, ഇന്ത്യൻ കലാപകാരികളിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാരിൽ നിന്നും തിരിച്ചു പിടിക്കുന്ന സമയത്ത് ഇന്ത്യക്കാരാൽ വധിക്കപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുണ്ട്, അല്ലെങ്കിൽ ബ്രിട്ടന്റെ ഒരു പ്രതിനിധിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് സൈമൺ ഫ്രൈസർ. ആരാണ്? സൈമൺ ഫ്രൈസർ. ഓക്കെ അല്ലേ? എടാ നോക്കിക്കോ,
ഈ വിപ്ലവത്തിന്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ആരാണ് പ്രവാചകൻ അല്ലെങ്കിൽ അംബാസഡർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? അസീമുള്ള ഖാൻ. അംബാസഡർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുക അസീമുള്ള ഖാൻ. അപ്പൊ പ്രവാചകൻ എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ്? അസീമുള്ള ഖാൻ. അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ അംബാസഡർ ആരാണ്? അസീമുള്ള ഖാൻ. അസീമുള്ള ഖാൻ. ഓക്കെ അല്ലെ? സൈനിക മേധാവി ആരായിരുന്നു? താന്തിയോ തോപ്പി. ഇനി ബുദ്ധി കേന്ദ്രം ആരായിരുന്നു? നാനാ സാഹിബ്. അതുപോലെയാണ് അംബാസഡർ അല്ലെങ്കിൽ പ്രവാചകൻ ആരായിരുന്നു? അസീമുള്ള ഖാൻ. അസീമുള്ള ഖാൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് മെയിൻ ആയിട്ടും ആരൊക്കെ എവിടെയൊക്കെയാണ് കലാപം നയിച്ചത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. നോക്കാം. കുറച്ചൊക്കെ നമ്മൾ പണ്ടേ കേൾക്കുന്നത് തന്നെയാണ്. ആദ്യം നമുക്ക് ബീഹാർ അല്ലെങ്കിൽ ബീഹാർ അല്ലെങ്കിൽ ആരാണ്? കൻവർ സിംഗ്. ബീഹാർ അല്ലെങ്കിൽ ആരാണ്? കൻവർ സിംഗ്. തിരിച്ചു പിടിച്ചോണ്ടത് ആരാണ്? ബീഹാർ വില്യം ടൈലർ. അപ്പോ ബീഹാർ അതുപോലെ ബീഹാറിലാണ് അപ്പൊ ബീഹാർ അല്ലെങ്കിൽ ആരയില് എന്താണ് നേതൃത്വം കൊടുത്തത്? കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കൻവർ സിംഗ്. കാൺപൂർ നാനാ സാഹിബ് മാത്രമാണോ? താന്തിയ തോപ്പി. നാനാ സാഹിബും താന്തിയ തോപ്പിയും കൂടെയാണ് എവിടെ? കാൺപൂർ. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ഡൽഹി ബഹദൂർ ഷാ സെക്കൻഡും ഭക്ത് ഗാനം. ബഹദൂർ ഷാ സെക്കൻഡും ഭക്ത് ഗാനമാണ് എവിടെ? ഡൽഹിയില്. അടുത്ത ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ബറേലി ഖാൻ ബഹദൂർ ഖാൻ. എവിടാ? ബറേലി. ബഹദൂർ ഖാൻ എവിടെയാണ്? ബറേലി. മധുരയില് ദേവി ഉണ്ടെന്ന് ദേവി സിംഗ്. എടാ ഇത് ഈ ധനത്തിന്റെ ധായാണ് കേട്ടോ. മറ്റേ ധായുണ്ട് രഥത്തിന്റെ ധാ. അത് നമ്മുടെ മധുര തമിഴ്നാട്. ഇത് വേറെ മധുരയാണ്. അവിടെ ആരാണ്? ദേവി സിംഗ്. ഝാൻസി റാണി ലക്ഷ്മിഭായ്. ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞോ. ബീഹാർ അല്ലെങ്കിൽ കൻവർ സിംഗ്. കാൺപൂർ നാനാ സാഹിബ് താന്തിയോ തോപ്പി. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ഡൽഹി ബഹദൂർ ഷാ സെക്കൻഡ് ഭക്ത് ഖാൻ. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ബറേലി ഖാൻ ബഹദൂർ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പൊ ബറേലി ഖാൻ. ഞാൻ ഇതിനെ കളിയാക്കിയത് അതാണ് അതിർത്തി ഗാന്ധി. ബഹദൂർ ഖാൻ എവിടെയാണ്? ബറേലി. ബഹദൂർ ഖാൻ ബറേലി. മധുര ദേവി സിംഗ്. ഝാൻസി റാണി ലക്ഷ്മിഭായ്. ഇത് പഠിക്കണം കേട്ടോ. കിട്ടും. എനിക്കൊന്ന് ഓരോന്ന് ചോദിച്ചപ്പോഴത്തേക്കുള്ള ഓക്കെ ഒന്നും കൂടി ചോദിക്കാം. സ്പീഡ് കുറച്ച് ചോദിക്കാം കേട്ടോ. ബീഹാർ അല്ലെങ്കിൽ കൻവർ സിംഗ്. കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ഡൽഹി ബഹദൂർ ഷാ സെക്കൻഡ് ഭക്ത് ഖാൻ. അടുത്ത ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദ്. അടുത്ത ബറേലി ഖാൻ ബഹദൂർ ഖാൻ ബറേലി. മധുര ദേവി സിംഗ്. ഝാൻസി ഝാൻസി റാണി അല്ലെങ്കിൽ മണികർണിക. ഓക്കെ അല്ലേ? കിട്ടിയാ? എടാ നോക്കോ. ഒന്നാം സ്വാതന്ത്ര്യ സമരം വിജയമായിരുന്നോ പരാജയമായിരുന്നോ? ചെറുതായിട്ട് വിജയമായിരുന്നു. എങ്കിലും എന്തായിരുന്നു? പരാജയമായിരുന്നു. എന്തൊക്കെയാണ് കാരണങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ബ്രിട്ടീഷ് അടിച്ചമർത്തി. എടാ ഇതിനൊരു സംഘടിത സ്വഭാവം ഇല്ലായിരുന്നു. ഇന്ത്യക്കാർക്ക് പണ്ടേ ഉള്ള കാര്യമാണ്. എന്തായിരുന്നു? ഇതിനൊരു സംഘടിത സ്വഭാവം ഇല്ലായിരുന്നു. ഉത്തരേന്ത്യയിലുള്ള മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഈ കലാപങ്ങൾക്കൊരു സംഘടിത സ്വഭാവം ഇല്ലായിരുന്നു. ഒരു വിപ്ലവം ഒരാൾക്കെതിരെ നടത്തുമ്പോൾ അവിടെയുള്ള എല്ലാവരും കൂടി ഒരുപോലെ നിന്ന് വിപ്ലവം നടത്തിയാൽ നമുക്കത് നല്ല റിസൾട്ട് ഉണ്ടാവും. പക്ഷേ ഈ വിപ്ലവത്തിൽ ഒരു സംഘടിത സ്വഭാവം, എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു സംഘടിത സ്വഭാവം ഇല്ലായിരുന്നു. അടുത്ത രണ്ടാമത്തെ എന്താണ്? അറിയാന്നുള്ള പറഞ്ഞോ? ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും കൂടുതലും സൈനിക ശേഷിയും ആയുധ ശേഖരണം ഒക്കെ ഉള്ളത് ആർക്കായിരിക്കും? ബ്രിട്ടീഷുകാർക്കായിരിക്കും അല്ലേ? അപ്പൊ എന്താണ്? കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും എല്ലാം ആർക്കുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ പരാജയത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണവും അത് തന്നെയാണ്. ഇനി ഇന്ത്യയിലെ എല്ലാ വിഭാഗക്കാരുടെയും പിന്തുണ നേടുന്നതിൽ ഇത് പരാജയപ്പെടും. നമ്മൾ ആദ്യമേ പറഞ്ഞൊരു സംഘടിത സ്വഭാവം ഇല്ലായിരുന്നു എന്ന്. എല്ലാ വിഭാഗം ആൾക്കാരും എന്ത് ചെയ്തിരുന്നില്ല? ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചില്ല.
അതുകൊണ്ട് തന്നെ ഇതൊരു ഭയങ്കര പരാജയം ആയിരുന്നു. ഇനി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ കുറച്ച് എന്തായിരുന്നു ഇന്ത്യക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിന് എതിരായിരുന്നു. അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയപ്പോഴത്തേക്കും അവർക്ക് പിന്നെന്താണ് സമരമൊന്നും വേണ്ട. അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ ഇന്ത്യക്കാർ ഈ സമരത്തിന് എതിരായിരുന്നു. അതുപോലെയാണ് സമ്പന്നമായിട്ടുള്ള നാട്ടുരാജ്യങ്ങൾ ഈ ഒരു വിപ്ലവത്തിൽ നിന്നും എന്ത് ചെയ്തിരുന്നു? മാറി നിന്നിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിയുമായിട്ട് പിന്തുണ നൽകിക്കൊണ്ട് അവർ വിപ്ലവത്തിൽ നിന്നും എന്തായാലും മാറി നിന്നിരുന്നു. ഇത് നമുക്ക് ആലോചിച്ച് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഈ ഒരു വിപ്ലവം പരാജയപ്പെടുന്നതിന് കാരണം. ഈ വിപ്ലവത്തിന് കുറെ വിശേഷണങ്ങളുണ്ട്. ഓക്കെ അല്ലേ? എന്ത് വിശേഷണങ്ങൾ പഠിച്ചാലോ? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ ആരാണ്? VD സവർക്കർ. അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്നു. അങ്ങനെ അതിനെ വിളിച്ചത് ആരാണ്? VD സവർക്കർ ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ഈ 1857 വിപ്ലവത്തെ വിളിച്ചത്. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? SB ചൗധരി. SB ചൗധരി. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? SB ചൗധരി. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VD സവർക്കർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം VD സവർക്കർ. ആഭ്യന്തര കലാപം SB ചൗധരി. ഉയർത്തെഴുന്നേൽപ്പ്. ഉയർത്തെഴുന്നേൽപ്പ് വില്യം ഡാർലിംബിൾ. ആരാണ്? വില്യം ഡാർലിംബിൾ. ആരാണ്? വില്യം ഡാർലിംബിൾ. ആരാണ്? വില്യം ഡാർലിംബിൾ ആണ് എന്തെന്ന് പറഞ്ഞത്? ഉയർത്തെഴുന്നേൽപ്പ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം VD സവർക്കർ. ആഭ്യന്തര കലാപം SB ചൗധരി. ഉയർത്തെഴുന്നേൽപ്പ് വില്യം ഡാർലിംബിൾ. ആദ്യത്തേതുമല്ല, രാജ്യത്തിന് വേണ്ടിയുള്ളതുമല്ല, സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുമല്ലാതെയുള്ള സമരം എന്ന് പറഞ്ഞത് ആരാണ്? RC മജുംദാർ. RC മജുംദാർ. ആദ്യത്തേതുമല്ല, രാജ്യത്തിന് വേണ്ടിയുള്ളതുമല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുമല്ലാതെയുള്ള സമരം എന്ന് പറഞ്ഞത് ആരാണ്? RC മജുംദാർ. RC മജുംദാർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം VD സവർക്കർ. ആഭ്യന്തര കലാപം SB ചൗധരി. ഉയർത്തെഴുന്നേൽപ്പ് വില്യം ഡാർലിംബിൾ. ഇനി ആദ്യത്തേതുമല്ല, രാജ്യത്തിന് വേണ്ടിയല്ല, അതുപോലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുമല്ലാതെയുള്ള സമരം എന്ന് പറഞ്ഞത് ആരാണ്? RC മജുംദാർ. ശിപ്പായി ലഹള. ബ്രിട്ടീഷ്. ശിപ്പായി ലഹള രണ്ടുപേര് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് ജോൺ ലോറൻസും മറ്റൊന്ന് സീലി കേട്ടോ. സീലി ബ്രിട്ടീഷ് ചരിത്രകാരനാണ്. ചരിത്രകാരന്മാരാണ് കേട്ടോ ഇവന്മാർ രണ്ടുപേരും. ഒന്ന് ജോൺ ലോറൻസും മറ്റൊന്ന് സീലിയും. ജോൺ ലോറൻസും സീലിയും എന്തെന്നാണ് പറഞ്ഞത്? ശിപ്പായി ലഹള. ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാരെ എന്താണ് കളിയാക്കിക്കൊണ്ട് വിളിച്ചിരുന്നതാണ് ശിപ്പായി എന്ന്. അപ്പൊ ഇതിനെ ശിപ്പായിമാരുടെ ലഹള അല്ലെങ്കിൽ ശിപ്പായി ലഹള എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോറൻസും സീലിയും. ജോൺ ലോറൻസും സീലിയും. ഒന്നാം സ്വാതന്ത്ര്യ സമരം VD സവർക്കർ. ആഭ്യന്തര കലാപം SB ചൗധരി. ഉയർത്തെഴുന്നേൽപ്പ് വില്യം ഡാർലിംബിൾ. ആദ്യത്തേതുമല്ല, രാജ്യത്തിന് വേണ്ടിയുമല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതുമല്ല എന്ന് പറഞ്ഞത് ആരാണ്? RC മജുംദാർ. ശിപ്പായി ലഹള രണ്ടുപേര് ജോൺ ലോറൻസും സീലിയും. ജോൺ ലോറൻസും സീലിയും. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞായിരുന്നു അറിയാവോ? ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞ ആരാണ്? ഡാർലിംബിൾ. ഇനി ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞത് ഡിസ്രേലി. ആരാണ്? ഡിസ്രേലി. ആരാണ്? ഡിസ്രേലി. ദേശീയം ഡിസ്രേലി. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞ ആരാണ്? ഡിസ്രേലി. അല്ല, അതിന് മെയിൻ ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ട് കേട്ടോ, അത് പഠിച്ചോളണേ. ഹിന്ദു മുസ്ലിം ഗൂഢാലോചന. അതായത് പശു എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഹിന്ദുക്കൾക്ക് പ്രശ്നമാണ്, പന്നി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹിന്ദു മുസ്ലിം ഗൂഢാലോചന എന്ന് പറഞ്ഞത് ആരാണ്? ജെയിംസ് ഔട്ട്റാം ആണ് കേട്ടോ. ജെയിംസ് ഔട്ട്റാം. എന്താണ്? ജെയിംസ് ഔട്ട്റാം എന്ന ആളാണ് എന്ത് പറഞ്ഞത്? ഹിന്ദു മുസ്ലിം ഗൂഢാലോചന. ഹിന്ദു മുസ്ലിം ഗൂഢാലോചന എന്ന് പറഞ്ഞ ആരാണ്? ജെയിംസ് ഔട്ട്റാം. ജെയിംസ് ഔട്ട്റാം. ജെയിംസ് ഔട്ട്റാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം VD സവർക്കർ. ആഭ്യന്തര കലാപം SB ചൗധരി. ഉയർത്തെഴുന്നേൽപ്പ് വില്യം ഡാർലിംബിൾ. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് ജെയിംസ് ഔട്ട്റാം. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് ഡിസ്രേലി. ആദ്യത്തേതുമല്ല, രാജ്യത്തിന് വേണ്ടിയല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല, സമരത്തിന്. RC മജുംദാർ. ശിപ്പായി ലഹള സീലിയും. ജോൺ ലോറൻസും സീലിയും. ഇപ്പൊ പറഞ്ഞ ഹിന്ദു മുസ്ലിം ഗൂഢാലോചന ജെയിംസ് ഔട്ട്റാം. ജെയിംസ് ഔട്ട്റാം. ഓക്കെ അല്ലേ? കിട്ടിയോ? ഓക്കെ. ഇനി നമ്മൾ സിനിമയുണ്ട്. സിനിമ ഈ 1857 കലാപവും ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ ആദ്യ ഇന്ത്യൻ സിനിമ ഏതെന്നറിയാമോ? ആദ്യ ഇന്ത്യൻ സിനിമ അറിയാമോ? സത്യജിത് റേയാണ് സംവിധാനം ചെയ്തത്.
ഷാത്രാജ് കെ ഖിലാഡി എന്താണ് ഷാത്രാജ് കെ ഖിലാഡി നഖത്തിന്റെ ഖിലാഡി ഷാത്രാജ് കെ ഖിലാഡി ഷാത്രാജ് കെ ഖിലാഡി കില്ലാടി അല്ല ഖിലാഡി. അപ്പൊ ആദ്യ ഇന്ത്യൻ സിനിമയാണ് ഏത്? ഷാത്രാജ് കെ ഖിലാഡി. ഷാത്രാജ് കെ ഖിലാഡി സത്യജിത് റേ. ഓക്കെ അല്ലേ? 1857 നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മറ്റേ ഓക്കെ മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് അത് ആരാണ് സംവിധാനം ചെയ്തത്? കേതൽ മേത്ത. ആരാണ് അഭിനയിച്ചത്? അമീർ ഖാൻ അഭിനയിച്ച വേറൊരു സിനിമയാണ് മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. ആ റൈസിംഗ് അമീർ ഖാൻ ആണ് നായകൻ. സംവിധാനം ചെയ്ത ആരാണ്? കേതൽ മേത്ത. ഓക്കെ അല്ലേ? ഇനി കുറച്ച് പുസ്തകങ്ങളുണ്ട്, നമുക്ക് 1-2 പുസ്തകങ്ങളും കൂടി പഠിക്കാം. ദ ഗ്രേറ്റ് റെബല്യൻ 1857 വിപ്ലവം, മഹാവിപ്ലവം 1857 മഹാവിപ്ലവം അല്ലെങ്കിൽ ദ ഗ്രേറ്റ് റെബല്യൻ ആരുതാണ്? അശോക് മേത്തയുടേതാണ് കേട്ടോ. അശോക് മേത്തയുടെ പുസ്തകമാണ് ഏത്? ദ ഗ്രേറ്റ് റിബല്യൻ അല്ലെങ്കിൽ 1857 മഹാവിപ്ലവം. ആരുടേതാണ്? അശോക് മേത്ത. 1857 എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അത് ആരുടേതാണ്? ഇതെല്ലാം പുസ്തകങ്ങൾ തന്നെ ഇപ്പൊ പറയും. ഇപ്പൊ ഈ 2 പറഞ്ഞു. SN സെന്നിന്റെതാണ്. SN സെന്നിന്റെതാണ് 1857. 1857 ആരുടേതാണ്? സെൻ. SN സെന്നിന്റെതാണ് 1857. 1857 മഹാവിപ്ലവമാണെങ്കിൽ അത് ആരുടേതാണ്? അശോക് മേത്ത. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം VD സവർക്കർ. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം VD സവർക്കർ പുസ്തകമാണ്. അമൃതം തേടി ചോദിച്ചിട്ടുണ്ട്. മലയാറ്റൂർ. അമൃതം തേടി മലയാറ്റൂർ. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം VD സവർക്കർ. 1857 മഹാവിപ്ലവം അശോക് മേത്ത. 1857 SN സെൻ. ദ ലാസ്റ്റ് മുഗൾ. എടാ ഇതോടുകൂടി എന്ത് തീരും? മുഗൾ ഭരണം തീരും. ദ ലാസ്റ്റ് മുഗൾ അതാരുടേതാണ്? വില്യം ഡാർലിംബിൾ. നേരത്തെ പറഞ്ഞു എന്താണ്? ഉയർത്തെഴുന്നേൽപ്പ്. വില്യം ഡാർലിംബിൾ എഴുതിയ പുസ്തകമാണ് ഏത്? ദ ലാസ്റ്റ് മുഗൾ. എഴുതാരാണ്? വില്യം ഡാർലിംബിൾ എഴുതിയതാണ് ദ ലാസ്റ്റ് മുഗൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം താരാചന്ദ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകം എഴുതാനാണ് താരാചന്ദ്. അപ്പൊ ഇത്രയും പുസ്തകം നമുക്ക് പഠിക്കണം. ഒന്നും കൂടി പറയാം. 1857 മഹാവിപ്ലവം അശോക് മേത്ത. 1857 സെൻ. ദ ലാസ്റ്റ് മുഗൾ വില്യം ഡാർലിംബിൾ. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം VD സവർക്കർ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം താരാചന്ദ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം താരാചന്ദ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം താരാചന്ദ്. ക്യൂൻ ഓഫ് ഝാൻസി മഹാശ്വേതാദേവി. ക്യൂൻ ഓഫ് ഝാൻസി മഹാശ്വേതാദേവി. അമൃതം തേടി മലയാറ്റൂർ. അപ്പൊ നമ്മള് 1ാം സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ചോദിക്കാൻ പറ്റുന്നതും ആവശ്യത്തിനുള്ള എല്ലാ പോയിന്റും പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും നോക്കി പഠിക്കുക. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രം നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. സപ്പോർട്ട് കുറവാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കും. നമ്മൾ നിങ്ങളെ എന്താണ് കമ്പനി ചെടിക്ക് കൂട്ടൂല. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.